ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സനിലാണ്. ഞാൻ കൂടുതലും ഈ ഒരു മാറ്ററിനെ പറ്റിയിട്ടാണ് വീഡിയോ അധികം ചെയ്തിട്ടുള്ളത്. ഇപ്പം വീണ്ടും ഒരു വണ്ടി, ഒരു മാസത്തിൽ 2-3 വണ്ടികൾ ഈ ഒരു ഇതേ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ പറയണത്. വണ്ടികളിൽ കൂളൻ്റ് മാത്രം ഉപയോഗിക്കുക. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് കൂളൻറ്റിന് പകരം വെള്ളം ഒഴിച്ച് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. കണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതാ ഹോസെറ്റ് കംപ്ലീറ്റ്, അതേപോലെ ഇതുണ്ടോ സെക്കൻഡറി വാട്ടർ പമ്പ് അല്ലെങ്കിൽ ഓക്സിലറി വാട്ടർ പമ്പ്, അത് ഓൾറെഡി ഷോർട്ട് വന്നിട്ട് അത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ ഈ ഒരൊറ്റ കൂളൻറ്റിന് പകരം വെള്ളം ഒഴിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ ഏത് ടൈപ്പ് കൂളൻ്റാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം മിക്ക വർക്ക്ഷോപ്പുകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പുതിയ ജനറേഷനുള്ള വണ്ടികളിൽ ഏത് ടൈപ്പ് കൂളൻ്റാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഏത് ടൈപ്പാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 70% വർക്ക്ഷോപ്പുകളിലും ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കൂളൻ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ പ്രൈസ് നോക്കിയിട്ട് അതിൻ്റെ വില ഏതാണോ കുറവ് അത് നോക്കിയിട്ട് അത് വാങ്ങി ഒഴിക്കുന്നു എന്നല്ലാണ്ട് അത് പറ്റിയൊരു ടൈപ്പ് കൂളൻ്റ് ആണോ. കൂളൻ്റിൽ തന്നെ പല കാറ്റഗറിയിൽ വരുന്നുണ്ട്. IAT, OAT, SHOAT എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പം ഫോക്സ്വാഗണിനും ഓഡിയിലും സ്കോഡയിലൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികളിൽ അവരുടെ കൂളിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പുകളും അതേപോലെ മെറ്റീരിയലുകളും കുറേയധികം റബ്ബർ വാഷുകളൊക്കെ കൂടുതലാണ് മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൂളൻ്റുകളാണ് അവർ ആ വണ്ടികളിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൂളൻ്റ് ഏതാണെന്നുള്ളത് കറക്റ്റ് അറിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ നോക്കി ആ ഒരു ടൈപ്പ് തന്നെ കൂളൻ്റ് മേടിച്ചിട്ട് അതാത് വണ്ടികളിൽ ഒഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടികളിൽ ഉപയോഗിക്കേണ്ട കൂളൻ്റ് G12 എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള കൂളൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം വാങ്ങി ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ സാധാരണ നമ്മുടെ ഏഷ്യൻ വണ്ടികളിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ കളർ അതേപോലെ റെഡ് കളർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൂളൻ്റ് ഉണ്ട്, നോർമൽ കൂളൻ്റുകൾ. അതൊന്നും വാങ്ങി ഉപയോഗിക്കരുത്. കൂളിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഡാമേജ് ആവും. നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികൾ ഏഷ്യൻ കാറ്റഗറിയിൽ പെടുന്ന ഹുണ്ടായി, അതേപോലെ മാരുതി, നിസാൻ, ടാറ്റ അങ്ങനത്തെ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കൂളൻ്റുകളുണ്ട്, നോർമൽ കൂളൻ്റുകൾ. അത് വാങ്ങി ഒഴിക്കുക. അതേപോലെ നമ്മുടെ യൂറോപ്യൻ കാർസിലേക്ക് വരുമ്പോൾ പോർഷെ, ഓഡി, വോക്സ്വാഗൺ, പിന്നെ അതേപോലെ മെഴ്സിഡസ് ബെൻസ് അങ്ങനത്തെ കാറ്റഗറിയിലേക്കൊക്കെ വരുമ്പം കൂളൻ്റ് നോർമൽ കൂളൻ്റ് ഉപയോഗിച്ചാൽ പോരാ. അവരുടേതായ ഓരോ കമ്പനികളും അവരുടെ കൂളൻറ്റിന് ഉള്ള ഗ്രേഡ് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രേഡിലുള്ള കൂളൻ്റ് മാത്രം ഉപയോഗിക്കുക. അതേപോലെ നിങ്ങൾ നോർമൽ ഏഷ്യൻ വണ്ടികളാണെങ്കിൽ പോലും ഗ്രീൻ കളറാണ് നിങ്ങളുടെ കമ്പനി അത് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഗ്രീൻ കളർ മാത്രം വാങ്ങി ഉപയോഗിക്കുക. റെഡ് കളർ ആണെങ്കിൽ റെഡ് കളർ മാത്രം വാങ്ങി ഉപയോഗിക്കുക. ഇത് രണ്ടും കൂടെ ഒരിക്കലും മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. അപ്പം ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.